ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. 2024 ഏപ്രിൽ ആകുന്നതോടുകൂടിയിട്ട് മാർച്ച് കഴിഞ്ഞല്ലോ, പുതിയ സാമ്പത്തിക വർഷമാണ്. ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ കമ്പനികളൊക്കെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന സാധ്യതയുള്ള ചില മേഖലകളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ ക്ലൗഡ്, ഇങ്ങനെയുള്ള കുറേ മേഖലകളിൽ അതിൽ വർക്ക് ചെയ്യുന്ന കുറേ IT കമ്പനികളുണ്ട്. അത് ബേസ്ഡായിട്ടുള്ള കുറേ IT കമ്പനികളുണ്ട്. ഇത്തരം കമ്പനികളൊക്കെ വളരെ സാധ്യതയുണ്ട്. പിന്നെ FMCG, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ഒരു സാധ്യത, ഇനി അങ്ങോട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞോട്ടെ, നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വായിച്ചെടുക്കാം. അപ്പം പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ, വെല്ലുവിളികൾ നേരിടുമ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. GDP വളർച്ച 7% എന്നത് പ്രതീക്ഷകളെ മറികടക്കാൻ ഉള്ള സാധ്യതയാണ് കാണിക്കുന്നത്. സ്വകാര്യ സർക്കാർ മേഖലകളിലെ പദ്ധതി ചെലവുകളിലെ വളർച്ച, വിദേശ നിക്ഷേപങ്ങൾ, ലാനിയെ തുടർന്ന് ഗ്രാമീണ മേഖലകളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച എന്നീ ഘടകങ്ങളാണ് വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഈ ലാനിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്തവരും കാണുമായിരിക്കും. ലാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മറ്റൊരു വശം തന്നെയാണത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ എൽനീനോ പ്രതിഭാസം നമ്മൾ പറയാറുണ്ട്. എൽനീനോ പ്രതിഭാസം എന്ന് പറയുമ്പോൾ കൂടുതൽ ഡ്രൈ ആകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണത്, വരൾച്ച ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ ഈ ലാനിനോ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രതിഭാസം അതിൻ്റെ നേരെ വിപരീതമാണ്. അത് കൂടുതലും മഴയൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ ഒരു വളർച്ച, കാർഷിക വളർച്ച ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ലാനിന, അപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിന് ലാനിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാനിന ഉണ്ടാവുന്നതാണ് ഈ വിദഗ്ധരുടെ ഒരു കണക്കൂട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി 2025 സാമ്പത്തിക വർഷം മിന്നുന്ന നേട്ടം കൈവരിക്കാനിടയില്ലെന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 3 വർഷമായുള്ള ഗതിവേഗം നിലനിർത്താനാണ് സാമ്പത്തിക വ്യവസ്ഥ ലക്ഷ്യമിടുന്നതെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഇന്ത്യയിലെ വളരുന്ന വ്യവസായങ്ങൾ നാടിനെ ആഗോള സാമ്പത്തിക വളർച്ചയുടെ മുൻനിരയിലേക്ക് ആനയിക്കുകയാണെന്ന കാര്യം കണക്കിലെടുക്കാതെയുമല്ല ഈ നിരീക്ഷണം. 2025 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിപണി വിവിധ വെല്ലുവിളികളുമായി ഏറ്റുമുട്ടലിലാണ്. ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസ്ഥിരത, മിഡിൽ ഈസ്റ്റിലെ വർദ്ധിക്കുന്ന സംഘർഷങ്ങൾ, നീണ്ടുപോകുന്ന ആഗോള വിലക്കയറ്റം, വേഗക്കുറവ് നേരിടുന്ന വരുമാന വളർച്ച, ഉയർന്ന മൂല്യം തുടങ്ങിയവയെല്ലാം അതിന് പിന്നിലെ കാരണങ്ങളാണ്. വിപണിയുടെ സമീപകാല പ്രകടനത്തെ ഈ ഘടകങ്ങൾ ബാധിച്ചേക്കാം. ഉയർന്ന മൂല്യം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉയർന്ന വിപണി മൂല്യത്തിലാണ് ഇപ്പോൾ എല്ലാ കമ്പനികളും, പല കമ്പനികളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാർ വാങ്ങിച്ചപ്പോൾ 25,000 ഒക്കെ കടന്നു, 26,000, ഇപ്പോൾ ഏകദേശം 24,000-ലൊക്കെയാണ് നിൽക്കുന്നത്. 24,000, 25,000 ഒക്കെ കടന്നിട്ടാണ് ഇപ്പം നിൽക്കുന്നത് നിഫ്റ്റി. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് വാങ്ങിക്കണോ? എല്ലാ ഷെയർ, ഏത് നല്ല ഷെയറുകൾ എടുത്ത് നോക്കിയാലൊക്കെ അതൊക്കെ കൂടിക്കിടക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഷെയറുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും. അതിൻ്റെ വല്ല കേസോ കൂട്ടങ്ങളോ, അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിങ്സ് കുറയ്ക്കുകയോ, അതല്ലെങ്കിൽ FII അതുപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അതിൻ്റെ ഈ ഓഹരി ശതമാനം, അതിലുള്ള ഓഹരികൾ കുറയ്ക്കുകയോ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അത്തരം കമ്പനികൾക്ക് ചിലപ്പോൾ സാധ്യത കുറയും. ഇപ്പം നമുക്ക് സമീപ കാലത്ത് നമ്മൾ കണ്ടു ഈ കൊട്ടാക്ക് ബാങ്ക് എന്ന് പറയുന്നത്, അതായത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു ഭാഗമാണത്. ഈ വെഹിക്കിൾസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു ഭാഗമാണത്. അത് അവർ അധികമായിട്ട് ഈ വലിയ തോതിൽ 10-14% ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ അവർ വലിയ വ്യക്തതയില്ലാത്ത രീതിയിൽ ഈ ഓൺലൈൻ
അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് സെബി അത് കണ്ടെത്തി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാങ്ക് പറയണത് അത് കുഴപ്പമില്ല, അത് ഞങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ബാങ്ക് പറയുന്നത്. അപ്പോൾ അതിന് ചില ആളുകളെ ബാങ്ക് ഉടനെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് അത് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, അതായത് ഇപ്പോൾ ഈ കൊട്ടാക്ക് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊടാക്ക് മഹീന്ദ്രയുടെ ഒരു ഭാഗമാണല്ലോ, അപ്പോൾ അവരത് ക്ലിയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കും, ഇങ്ങനെ ബാങ്കുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വില കുറവുണ്ടാവും. നമ്മളത് ഓടിക്കയറി മേടിക്കരുത്. എന്തുകൊണ്ടാണ് വില കുറയുന്നത്? വില കുറയുമ്പോൾ എല്ലാ കമ്പനികളും ഒന്നിച്ച് വില കുറയും. ഏതെങ്കിലും ഒറ്റപ്പെട്ട കമ്പനികൾ നല്ല വില കുറഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പോയിട്ട് മേടിക്കരുത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിക്കണം. അതിൻ്റെ ലാഭവിഹിതം മോശമാണോ, എന്തൊക്കെ ഡയറക്ടർ ബോർഡിൻ്റെ പ്രധാന ആളുകൾ റിസൈൻ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വേണം നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വില കൂടിയ ഒരു അവസ്ഥയിലാണുള്ളത്. വെല്ലുവിളികൾ നേരിടുമ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി പ്രതിരോധിച്ച് നിലനിൽക്കുന്നുണ്ട്. GDP വളർച്ച 7% എന്നത് പ്രതീക്ഷകളെ മറികടക്കും. സ്വകാര്യ സർക്കാർ മേഖലകളിലെ പദ്ധതി ചെലവുകളിലെ വളർച്ച, വിദേശ നിക്ഷേപങ്ങൾ, ലാനിയെ തുടർന്ന് ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച എന്നീ ഘടകങ്ങളാണ് വളർച്ചാ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. 3 വർഷത്തെ പ്രതിവർഷ മൊത്ത വരുമാനം നിരക്കിനേക്കാൾ കുറവാണെങ്കിലും ആഭ്യന്തര വ്യാപാര മേഖലയ്ക്കും സ്ഥിരമായ വരുമാന വളർച്ചയ്ക്കും ഇത് സഹായകമാണ്. മേഖലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ബാങ്കിംഗ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ, പ്രതിരോധം, FMCG, അടിസ്ഥാന സൗകര്യ വികസനം, IT എന്നീ മേഖലകളിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബാങ്കിങ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ, ഉപഭോഗ വസ്തുക്കൾ, പ്രതിരോധ കമ്പനി HAL എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വലിയ പ്രതിരോധ കമ്പനികൾ തന്നെയുണ്ട്. അതുപോലെ FMCGകൾ, വിവിധ FMCG കമ്പനി, ITC, നെസ്ലെ, ഇങ്ങനെ കുറേ FMCG കമ്പനികളുണ്ട്, ഇമാമി, കുറേ കമ്പനികളുണ്ട്. ഈ കമ്പനികളിലൊക്കെ നല്ല അതിൻ്റെ വാല്യൂ കുറയുമ്പോൾ, അതിൽ മാർക്കറ്റിൽ പല കാരണങ്ങളുണ്ട് വാല്യൂ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ ഒരു ബൈ ഓൺ ഡിപ്പ് ലെവലിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ പിരമിഡിങ് മെത്തേഡിലൂടെ വാങ്ങിക്കാം അതിനെക്കുറിച്ച് പഠിച്ചിട്ട്. ഇങ്ങനെ IT കമ്പനികളിലും വളരെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത്തരം കമ്പനികളിലൊക്കെ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് കുറേശ്ശെ നിക്ഷേപിച്ചാൽ നമുക്കതിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയും. ബാങ്കിങ് മേഖലയുടെ കാര്യത്തിലാണെങ്കിൽ 2024 നടപ്പ് വർഷത്തിൻ്റെ പകുതിയോടെ കൂടുതൽ ഉദാരമായി തീരാനുള്ള അതിനിടെയുള്ള റിസർവ് ബാങ്കിൻ്റെ പലിശ നയം, സ്വകാര്യ പദ്ധതികളിലുണ്ടാകുന്ന തുടർച്ചയായ വളർച്ച എന്നീ ഘടകങ്ങൾ അനുകൂലമാകും. എങ്കിലും പണത്തിൻ്റെ ക്ഷാമം ബാങ്കുകളെ സ്ഥിര നിക്ഷേപത്തിന് കൂടുതൽ പലിശ നൽകാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ബാങ്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാങ്കിന് സാമ്പത്തികമായിട്ട് ആവശ്യം ഉണ്ട്. അവർക്ക് കാശ് ജനങ്ങളിൽ എത്തിച്ചെങ്കിൽ മാത്രമാണ് അവരുടെ ബിസിനസ് നടക്കുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥിര നിക്ഷേപത്തിന് കൂടുതൽ ശതമാനം അവർ നൽകും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. സ്വകാര്യ പദ്ധതി ചെലവുകൾ പ്രതീക്ഷിച്ചതിലും കുറവാണ് എങ്കിലും വായ്പ വളർച്ചയിൽ സ്ഥിരത നിലനിൽക്കുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകളെക്കാൾ ഭേദം സ്വകാര്യ മേഖലാ ബാങ്കുകളാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അത് ഈ പൊതുമേഖലാ ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് സ്വകാര്യ ബാങ്കുകൾ തന്നെയാണ് കൂടുതൽ അതിൻ്റെ ഷെയറിനാണെങ്കിലും ഒക്കെ ഒരു ലാഭം കൊടുക്കുന്നത്. ഇപ്പോൾ SBI ആണെങ്കിലും SBIക്കാളൊക്കെ കൂടുതൽ നമുക്ക് നേട്ടം തരുന്നത് ഇപ്പോൾ ഈ ICICI ബാങ്കോ അതുപോലെയുള്ള മറ്റ് കുറേ ബാങ്കുകളുണ്ട്. സ്വകാര്യ ബാങ്കുകൾ തന്നെയാണ് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുന്നത്. നേരത്തെ കൊട്ടാക്ക് ബാങ്ക് ആണെങ്കിലൊക്കെ നല്ല ലാഭം കൊടുത്തിരുന്ന ബാങ്കാണ്. ഇനിയിപ്പോൾ അത് വീണ്ടും നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം. അത് അവർ ശരിയാക്കി കൊണ്ടുവരും. പിന്നെ വ്യവസായ അടിസ്ഥാന വികസന മേഖലകളിൽ തുടരുന്ന നിക്ഷേപങ്ങൾ, ടെക്സ്റ്റൈൽസ്, നിർമ്മാണ സാമഗ്രികൾ, ലോഹ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ എന്നീ മേഖലകളിലെ വികസനം എന്നിവ കൂടുതൽ ഓർഡറുകൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ മാറ്റവും കൂടിയ വാല്യുവേഷനും കാരണം ലാഭത്തിൽ കുറവ് വരുമെന്ന ആശങ്ക ഉണ്ടെങ്കിലും, അപ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ട് പലതിൻ്റെയും ലാഭത്തിൽ കുറവ് വരുന്നുണ്ടെന്ന്. പക്ഷേ അത് എന്നാലും നല്ല നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ആശങ്ക ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും S&P BSE ഇലക്ട്രോണിക് ഉൽപ്പന്ന സൂചികയിൽ വളർച്ച പ്രതീക്ഷ 25%. 25% ഇതിൻ്റെ വളർച്ച. ഈ ഇലക്ട്രോണിക്കിൻ്റെ ഉൽപ്പന്ന സൂചികകളുടെ വളർച്ച പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ 2025 സാമ്പത്തിക വർഷത്തിൻ്റെ
രണ്ടാം പകുതിയിൽ വരുമാന വളർച്ചയുണ്ടാകുമെന്ന് കണക്കാക്കിയിട്ടുള്ളതിനാൽ മികച്ച നിക്ഷേപ അവസരമാണ് ഇത് സൃഷ്ടിക്കുന്നത്. അത്യുഷ്ണം കാരണം എയർ കൂളർ, എയർ കണ്ടീഷണർ, ഫാൻ എന്നിവയുടെ വിൽപ്പന കൂടുന്നതുകൊണ്ട് ഉപഭോഗ ഉൽപ്പന്ന രംഗത്ത് മികച്ച വളർച്ച പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി വിതരണ വ്യതിയാനം മൂലം സ്റ്റെബിലൈസർ, ഇൻവെർട്ടർ വിൽപ്പനയും കൂടുമെന്ന് കരുതുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖലയിലെ കുതിപ്പ്, കേബിളുകൾ, വയറുകൾ, സ്വിച്ച് ഉപകരണങ്ങൾ എന്നിവയുടെ ഡിമാൻഡ് കൂട്ടും. ബോംബെ എക്സ്ചേഞ്ചിൻ്റെ ഉപഭോഗ ഉൽപ്പന്ന സൂചിക മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളുടെ ഒരു കിടപ്പ് എങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ മികച്ച, ഇപ്പോൾ ഉദാഹരണത്തിന് വോൾട്ടാസ്, അതുപോലെ ടാറ്റയുടെ തന്നെ മറ്റു ചില കമ്പനികൾ, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ എയർ കൂളറുകൾ, AC ഇതൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ, വോൾട്ടാസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട്. ഫാനുകളൊക്കെ നിർമ്മിക്കുന്ന കുറേ കമ്പനികളൊക്കെ ഉണ്ട്. ഇത്തരം കമ്പനികളുടെയൊക്കെ ഷെയറുകൾ ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയാനുള്ളത്. പിന്നെ കമ്പനികളുടെ ഇബിറ്റ എന്ന് പറയുമ്പോൾ EBITDA. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ പറയുന്നതിൽ ചെറിയ വ്യക്തത കുറവുണ്ടെന്ന്. അങ്ങനെ വ്യക്തത കുറവ് ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിതുപോലെ എന്തെങ്കിലും വാക്യങ്ങളോ അതിന് നമ്മൾ വായിക്കുന്നത് പോലുള്ള ക്ലിയറിങ് പറയുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഈ ഇബിറ്റ എന്ന് പറയുമ്പോൾ EBITDA. ഇപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എഴുതി പോകുന്നുണ്ട്. അതിങ്ങനെ അതിൻ്റെ ചെറിയ എഴുതിക്കൊണ്ടുള്ള രൂപത്തിൽ ടെക്സ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും കൂടി നോക്കിയാൽ മതി. രണ്ടാമത് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ടെക്സ്റ്റായിട്ട് എഴുതി പോകുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഇബിറ്റ എന്ന് പറയുമ്പോൾ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഇതാണ് ഇബിറ്റ എന്ന് പറയുന്നത്. EBI എന്നോട് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാത്തവരും കാണുമല്ലോ. EBITDA. അപ്പോൾ ഇത് കമ്പനിയുടെ സാമ്പത്തിക നില, ലാഭം, ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ടെക്നിക്കൽ ഒരു അളവുകോലാണത്. അപ്പോൾ കമ്പനികളുടെ ഇബിറ്റ, നികുതിക്ക് ശേഷമുള്ള ലാഭം എന്നിവ 80 മുതൽ 100 BPS വരെ ലാഭവർധനയുടെ മുൻ വർഷത്തെ അപേക്ഷിച്ച് യഥാക്രമം 31%, 37% വളരുമെന്നും കണക്കാക്കപ്പെടുന്നു. അത്തരം നല്ല ഒരു കണക്കാണത് അതിലൂടെ വരുന്നത്. സ്വാശ്രയ പദ്ധതികൾക്ക് സർക്കാർ നൽകിയ മുൻഗണന പ്രതിരോധ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷം ധാരാളം ഓർഡറുകൾ ലഭിക്കുകയും ഇറക്കുമതിയിലുള്ള ആശ്രയം കുറയുകയും ചെയ്തു. ഇറക്കുമതി ചെലവ് കുറഞ്ഞത് ആഭ്യന്തര രംഗത്തെ ഉൽപ്പാദകർക്ക് ഗുണകരമായി. 2024 സാമ്പത്തിക വർഷം മുതൽ 2030 സാമ്പത്തിക വർഷം വരെ $130 ബില്യൺ നിക്ഷേപമാണ് സർക്കാർ നടത്തുന്നത്. സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിനായി പ്രതിവർഷ മൊത്ത വരുമാനത്തിൻ്റെ 7% നീക്കിവെക്കും. ഈ രംഗത്തെ ഓഹരികളുടെ വാല്യുവേഷൻ കൂടുതലെങ്കിലും ശുഭപ്രതീക്ഷ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL, ഇങ്ങനെയുള്ള കുറേ കമ്പനികളുണ്ട്, ഇങ്ങനെയുള്ള ഈ രംഗത്തുള്ള കമ്പനികൾ. അപ്പോൾ അവരുടെ അതുപോലെ തന്നെ വേറെ എടുത്തു പറയുന്ന കമ്പനികളുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊക്കെ നമുക്ക് വാല്യൂ ഇപ്പോൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വില കുറയുമ്പോൾ വാങ്ങിക്കാവുന്നതാണ്. FMCG മേഖലയിൽ വില കുറവുള്ളപ്പോൾ ഓഹരികൾ വാങ്ങുന്നതും നല്ലതാണ്. ഡിമാൻഡ് തിരിച്ചുവരവ് ക്രമേണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മഴക്കാലം നന്നായാൽ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. 2025 സാമ്പത്തിക വർഷം തുടങ്ങുന്നത് വരുമാനത്തിലും ഇബിറ്റയിലും താഴ്ന്ന ഇരട്ടക്ക വളർച്ചയോടെയാവും. പിന്നീട് അത് കൂടുതൽ ശക്തിയാർജിക്കും. മാറ്റമില്ലാത്ത വിലകളും വർദ്ധിക്കുന്ന ക്രൂഡ് ഓയിൽ വിലയും മാർജിനിൽ ചെറിയ വർധന സൃഷ്ടിക്കും. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തേക്ക് വരുമ്പോൾ RBI പലിശ നിരക്കുകളിൽ വരുത്താനിരിക്കുന്ന കുറവ് ചെലവഴിക്കൽ വർദ്ധിപ്പിക്കാനാവും, ലാഭം കൂട്ടി ബാലൻസ് ഷീറ്റ് മെച്ചപ്പെടുത്താനും സഹായകമാവും. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യ സർക്കാരിൻ്റെ പദ്ധതി ചെലവ് 11.1 ട്രില്യൺ രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. ഇതോടൊപ്പം 7% GDP വളർച്ചാ നിരക്കും പ്രതീക്ഷിക്കുന്നതിനാൽ ഈ മേഖലയ്ക്കും വളരെ പ്രയോജനകരമാവുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2024 സാമ്പത്തിക വർഷം മൂന്നാം പാദത്തിലെ
ശരാശരി കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നിരക്ക് 74.4% വരും വർഷങ്ങളിൽ സ്വകാര്യ പദ്ധതി ചെലവിൽ ഗണ്യമായ കുതിപ്പുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യൻ IT മേഖല ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ കുതിപ്പ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IT മേഖലയ്ക്ക് വലിയ കുതിപ്പുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളുടെ പല IT കമ്പനികളിലും അവരുടെ വേരോട്ടമുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പേഴ്സിസ്റ്റൻ്റ്, അതുപോലെ വിപ്രോ, പല കമ്പനികളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് കുറേയൊക്കെ നോക്കാം. പിന്നെ ഇൻഫോസിസ്, എന്നാൽ അതുപോലെ TCS. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളും പണപ്പെരുപ്പവും കാരണം സമീപകാലത്ത് വരുമാന വളർച്ചയിൽ കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ല. പ്രവർത്തന ചെലവ് കുറഞ്ഞതിനാൽ ലാഭവർധന പ്രതീക്ഷിക്കുന്നുണ്ട്. നിർണായക ചെലവഴിക്കലുകളും പ്രവർത്തന ചെലവിലെ വ്യത്യാസവും ഗുണകരമാവും. US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യശോഷണം ഈ മേഖലയെ ബാധിക്കും. പക്ഷേ രൂപയുടെ മൂല്യശോഷണം ബാധിക്കും എന്ന് പറയുമ്പോൾ ഡോളറിന് മൂല്യം കൂടുമ്പോൾ നമ്മളുടെ ഈ IT കമ്പനികൾക്കൊക്കെ അത് കൂടുതൽ ലാഭം ഉണ്ടാവുക ചെയ്യുന്നത്. അത് കൂടുതലും കയറ്റുമതിനെ പലതും ബാധിക്കുമെങ്കിലും ഈ IT കമ്പനികൾക്ക് അതിലൂടെ ലാഭം ഉണ്ടാവണം. കാരണം കൂടുതൽ ഡോളറുകൾ അവർക്ക് വന്നു ചേരും. ദീർഘകാല നിക്ഷേപകർ ശക്തമായ ബാലൻസ് ഷീറ്റുള്ള, പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കുന്നതിലാണ് ശ്രദ്ധ അർപ്പിക്കേണ്ടത്. ഈ IT കമ്പനികളും മികച്ച കമ്പനി AI പോലെയുള്ള കമ്പനികൾ, അത് ഏതൊക്കെ കമ്പനികളാണ് AI ക്ലൗഡൊക്കെ ചെയ്യുന്ന കമ്പനിയാണെന്ന് നമുക്ക് ഇത് ചുരുക്കി പരിശോധിക്കുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും 2025 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ അവസരങ്ങളാണ് ഉണ്ടാവുക എന്നത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. സങ്കീർണതകൾക്കിടയിലൂടെ ഫലപ്രദമായി നീങ്ങിയും സാധ്യതകൾ ഗുണകരമായി ഉപയോഗപ്പെടുത്തിയും കുതിക്കുന്ന സാമ്പത്തിക മേഖലയുടെ ഗുണഭോക്താക്കളാകാൻ നിക്ഷേപകർക്ക് കഴിയും. നമുക്കിത് ഏതൊക്കെ കമ്പനികളാണ് ഇങ്ങനെ സാധ്യത, മീൻസ് ഈ IT-യിൽ കുതിച്ചു കയറ്റുണ്ടാവാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കാം. അതിന് ചില IT ഇങ്ങനെ നിർമ്മിത ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചില IT കമ്പനികൾ നോക്കും. ഒന്ന് ടാറ്റ എൽക്സി ലിമിറ്റഡ്. അത് എഴുതി കാണിക്കുക, അതിൽ നിങ്ങൾക്കൊക്കെ അറിയാതെ. ഒരു ടെക്നോളജി പ്രൊവൈഡേഴ്സാണ്. ഓട്ടോമോട്ടീവ്, ഹെൽത്ത് കെയർ, ബ്രോഡ്കാസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിലൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എൽക്സി. നിങ്ങൾക്കറിയാം, ടാറ്റയുടെ തന്നെ ഒരു ഭാഗമാണത്. പിന്നെ പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഒരു മൾട്ടിബാഗർ കമ്പനിയാണ്. ചെറിയ ഒരു തുകയിൽ നിന്ന് വെച്ചാൽ ഒരു പെന്നി സ്റ്റോക്ക് അല്ല. അവർ കുറച്ച് മുമ്പൊക്കെ 2000 രൂപ, 4-5 കൊല്ലം മുമ്പൊക്കെ 2000 രൂപ വാല്യൂ ഉണ്ടായിരുന്നത് 8000-9000 എത്തി അവർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഏകദേശം 4000 വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടിബാഗർ നല്ലൊരു കമ്പനിയാണ്. അവരുടെ കയ്യിലുള്ള ഫണ്ടും വലിയ തോതിലുള്ള ഫണ്ടുണ്ട് അവരുടെ അടുത്ത്. അതിൻ്റെ കണക്ക് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പോൾ പേഴ്സിസ്റ്റൻറ്റിൻ്റെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ സോഫ്റ്റ്വെയർ കമ്പനിയാണത്. ഗ്ലോബലി അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെയുള്ള കമ്പനികളാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI തുടങ്ങിയവരാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പം നല്ല ഒരു സാധ്യതയുള്ള കമ്പനിയാണ്. പേഴ്സിസ്റ്റൻ്റൊക്കെ എപ്പോഴും കുറഞ്ഞു കിട്ടുമ്പോൾ വാങ്ങിച്ചിടാവുന്നതാണ്. ഒറാക്കിൾ ഫിനാൻസ് ആണ്. നമുക്കൊക്കെ അറിയാം, ഒറാക്കിൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ഒറാക്കിൾ ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഇതൊക്കെ നൽകുന്ന കമ്പനിയാണ് ഒറാക്കിൾ ഫിൻസർവ് എന്ന് പറയും. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് ഫുൾ നെയിം. പിന്നെ മറ്റൊരു കമ്പനി ഇതിൽ എടുത്തു പറയാവുന്ന ഒരു കമ്പനിയാണ് ആഫ്ലെ ഇന്ത്യയാണ്. പിന്നെ സിയൻ്റെ സ്പെല്ലിങ് ഇത്തിരി ഡിഫറൻ്റ് ആണ്, അത് സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. CYIENT ആണ്, CYIENT, സിയൻഡ് ലിമിറ്റഡ്. ഈ കമ്പനിയിലും ടെക്നോളജി, അതുപോലെ തന്നെ എൻജിനീയറിംഗ് സൊല്യൂഷൻ, നെറ്റ്വർക്ക് ഓപ്പറേഷൻസ്, പിന്നെ അതുപോലെ തന്നെ അനാലിറ്റിക്സ്, ജിയോസ്പാറ്റിക്കൽ സൊല്യൂഷൻസ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇതുള്ളത്. ഇതും വളരെ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം, കണ്ടിട്ടാവുമെന്ന് കരുതുന്നു, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, അഭിപ്രായങ്ങളുടെ തുറന്ന് പറയണം. നിർദ്ദേശങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടാണ്. നമ്മൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഏത് അഭിപ്രായമാണെങ്കിലും പറയാം. നല്ല അഭിപ്രായമാണെങ്കിലും നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണെങ്കിലും പറയാം. എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം.
നമുക്ക് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഇൻബോക്സിലൂടെ ചോദിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആളുകളിൽ എത്തിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫുള്ളായിട്ട് കാണണം, കമൻറ്റ് എഴുതണം, ഷെയർ ചെയ്യണം. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ, ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്. താങ്ക് യു.